Hello guys, welcome to my YouTube channel. Wait a minute. Who are you? So, ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പം ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മീൻസ് ഒരു ദിസ് ഇസ് മൈ ഓട്ടോഗ്രാഫ് ബുക്ക്. എത്ര പേർക്ക് ഇത് അറിയാൻ അറിയത്തില്ല. മീൻസ് 10 വെച്ചിട്ട് നമ്മൾ ഫെയർവെൽ സമയത്ത് മിക്കവരും ഓട്ടോഗ്രാഫ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഓരോ നോട്ട്സ് എഴുതി ആ ബുക്കിനകത്ത് മേടിക്കാറുണ്ട്. സോ അപ്പം ഞാനും അങ്ങനെ എഴുതി മേടിച്ചൊരു ബുക്കാണ്. ഞാൻ തൊട്ടിട്ടില്ല, എനിക്കുണ്ട് പൊടിയൊക്കെ അതേപോലെ ഇരിപ്പുണ്ട്. അങ്ങനെ 7 വർഷം 10 എത്ര വർഷമായി 8 വർഷമായ 2017 ഞാൻ പാസ് ഔട്ട് ആയത്. 7 വർഷമായെന്ന് തോന്നല്ലേ? 7 വർഷമായോ? പിന്നെ 3 വർഷം കൂടെ കഴിഞ്ഞ് 8 വർഷം 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10 വർഷം. മൈ ഗോഡ്. No! God, please, no! 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 10 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞ കണക്ക് കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ ഒരു അത്രയും കഴിഞ്ഞു. അപ്പോൾ ഈ ബുക്ക് നമ്മൾ ആ സമയത്ത് എഴുതിക്കൊണ്ട് വെച്ച് കിട്ടിക്കഴിഞ്ഞിട്ടും നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കും. പിന്നെ തുറന്ന് നോക്കി ഇടയ്ക്ക് ഇപ്പോൾ വായിച്ച് ഞാൻ കാണുമായിരിക്കും. എന്തായാലും കുറേ എന്നുവെച്ചാൽ 4-5 വർഷം എന്തായാലും 10 കഴിഞ്ഞ സമയത്ത് ഞാൻ ഇപ്പോൾ വായിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇത് വായിച്ചില്ല, അതെനിക്ക് ഉറപ്പ്. അപ്പം ഇപ്പോഴാണ് ഞാൻ ബുക്ക് തുറക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ബുക്കിനകത്ത് എന്തായാലും എനിക്ക് എന്തുവാ എൻ്റെ അംബീഷനൊക്കെ എന്തായാലും എഴുതിക്കണം. എന്തോ എനിക്ക് ഓർമ്മയില്ല, തുറക്കും പറയാം എന്തുവായിരിക്കും അത്. പക്ഷെ ഇപ്പം ഞാൻ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ +2 സയൻസ് ആയിരുന്നു. സയൻസ് കഴിഞ്ഞിട്ട് ഞാൻ ടൂറിസം എന്ന് പറഞ്ഞിട്ട് കോഴ്സാണ് പോയി പഠിക്കാൻ പറ്റും. അത് എൻജിനീയറിങ്ങിന് പോകണോ എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത് ഒന്നും അറിയത്തില്ലായിരുന്നു. അതൊന്നും അറിയാതെ കിട്ടിയ ഡിഗ്രി കോഴ്സ് പഠിക്കാൻ പോയി. അത് പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ 1 വർഷത്തെ ട്രെയിനിങ് പോയപ്പോൾ മനസ്സിലായി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ഇപ്പം ഞാൻ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ +2 പഠിച്ച്, പിന്നെ ഡിഗ്രി പഠിച്ച്, പിന്നെ ട്രെയിനിങ്ങും കഴിഞ്ഞു. അപ്പോൾ അത്രയും പഠിച്ചതിന് ശേഷം ഞാൻ മേടിച്ച് ഇനി 1 വർഷത്തേക്ക് റെസ്റ്റ് എടുക്കണം പറഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല. റെസ്റ്റിലാണ്. അപ്പം എന്തിനാ റെസ്റ്റ് എടുക്കുന്നത് വെച്ചാൽ വേറെ ഒന്നും ഒത്തിരി പ്ലാൻ വരുന്ന കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പിന്നെ MBAക്ക് പോകാമെന്ന് വെച്ചിട്ട് പരീക്ഷ എഴുതി. പക്ഷേ പരീക്ഷയ്ക്ക് മര്യാദയ്ക്ക് പഠിക്കാതെ എഴുതിയതുകൊണ്ട് വലിയ മാർക്കും കിട്ടിയില്ല. എൻട്രൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അത് കിട്ടിയെങ്കിൽ MBA പഠിക്കാൻ പോകണം. വീട്ടിൽ നിന്നാൽ ശരിയാകത്തില്ലെന്ന് മനസ്സിലായി. എന്തായാലും എന്തായാലും നമ്മളിപ്പോൾ ഈ ബുക്ക് വായിക്കാൻ പോവുകയാണ്. എന്തായാലും എൻ്റെ അംബീഷൻ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും പൊട്ടത്തരായിരിക്കും. എൻ്റെ അതിനകത്ത് ഇതുണ്ട്, കളർഫുള്ളൊക്കെ ആയിട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് മിററുണ്ട്, അതാണ്. ബുർഗോയ്ക്ക് ഞാൻ ബിഗോറെന്നൊക്കെ കൺട്രോൾ. ഓ മൈ ഗോഡ്. അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പരൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശ്രീകുട്ടു എന്നൊക്കെ എന്ന് ഞാൻ തന്നെ അംബീഷൻ കെമിക്കൽ ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. രണ്ടും എന്തായാലും ആയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. खत्म. बाय बाय, टाटा, गुड बाय, गया. ഹോബീസ് മൗത്ത് ലുക്ക്. വായു നോട്ടത്തിന് ആ സമയത്ത് എല്ലാവരും പറയുന്നതായിരുന്നു. ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, ലിസണിങ് മ്യൂസിക്, ഇതൊക്കെയായിരുന്നു ഹോബീസിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ബുക്കിനകത്ത് എഴുതിയിട്ടുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. മീൻസ് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോയും കോണ്ടാക്റ്റും ഒക്കെ മീൻസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അല്ലാതെ ആ ഒരു മീൻസ് മെസ്സേജ് അയക്കുക, വിളിക്കുക, ആ ഒരു കോണ്ടാക്റ്റ് എന്തായാലും അതിനകത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇതിനകത്തുള്ള പകുതി പേര് എനിക്കിപ്പം മീൻസ് അവർക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ കാണണം ഈ ബുക്കിനകത്ത്. എത്ര പേര് എഴുതിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതിപ്പോൾ പറയാൻ കാരണം ഇതിനകത്ത് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ
ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതാണ് അക്ഷയ ആയിരിക്കണം. ഹരിഷ്മ എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ബഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അക്കു, എനിക്കൊന്നും അത് അക്ഷയ ആയിരിക്കണം എന്ന് തോന്നുന്നു. പിന്നെ JST സ്ക്വയർ LB, അത് ജ്യോതി, ശ്രുതി, ത്രിപതി, പിന്നെ ആരുള്ളത്, ലക്ഷ്മി, ബൃന്ദ. അതില്ല, അവർ 5 പേര് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഗ്യാങ്, 3 റോസസ് എന്നും പറഞ്ഞിട്ട്. ആ സമയത്തൊക്കെ ഗ്രൂപ്പ്സ് ആയിരുന്നു ഫുള്ള്. പിന്നെ ഐഷ, തൻസി, അങ്ങനെ. പിന്നെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നെയിംസ് എഴുതാം. അപ്പോൾ അതിനകത്ത് ഞാൻ ശശികല ടീച്ചർ, സൗമിനി, ഉണ്ണിസാറ്, ജയശങ്കർ. ഈ ഉണ്ണിസാറും ജയശങ്കറും എനിക്കൊന്ന് ട്യൂട്ടോറിയൽ ഉള്ള ഇതായിരുന്നു. പിന്നെ റോൾ മോഡൽ ഞാൻ മൈസെൽഫിന് വരെ മൈ സോൾ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒടിയും പോലും ഇല്ലാത്ത സമയത്ത്. ബുക്ക് ആൻഡ് ഓതർ, വാർ ആൻഡ് പീസ്, ലിയോ ടോൾസ്റ്റോയ്. ഞാൻ വായിച്ചിട്ട് പോലും ഇല്ല ജന ബുക്ക്. എവിടെയോ ഞാൻ ആ പേര് കേട്ട് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ മൂവി, ഫേവറേറ്റ് മൂവീസിനകത്ത് ഓം ശാന്തി ഓശാന, ആഷിഖ് 2, എല്ലാ ലവ് മൂവീസും എനിക്കിട്ടും. പിന്നെ ആക്ടറോ ആക്ട്രസും സൂര്യ, ശ്രീദിവ്യ. അതാരാ ശ്രീദിവ്യ? കാളിദാസൻ, മോഹൻലാൽ. കാളിദാസ് എനിക്ക് ജയറാമിൻ്റെ മോനായിരിക്കണം. പിന്നെ സോങ് ആൻഡ് സിംഗർ, ഓൾ ലവ് സോങ്സ്, കനവേ കനവേ, ആദ്യ സിംഗ്. ആ സമയത്തൊക്കെ ആകെ അയാളെ, കാരണം ഫോണില്ല എനിക്ക്. എന്തെങ്കിലും പാട്ട് കേൾക്കാനും TV വരുന്ന പാട്ട് മാത്രമേ കേൾക്കാനുള്ള വഴിയുള്ളൂ. ഫോൺ സ്വന്തമായിട്ടില്ല. അച്ഛൻ്റെ ഫോൺ അച്ഛൻ തരുത്തതില്ല. കട്ടും മോട്ടിച്ചാണ് ആ സമയത്ത് ഫേസ്ബുക്കിൽ കയറിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഫേസ്ബുക്കിൻ്റെ കാര്യം എല്ലാവരുമായിട്ട് ബൃന്ദ വരുന്നത്. ബ്രോയും സിസും ബന്ധമായിരുന്നു ആ സമയത്ത് ഫേസ്ബുക്കൊക്കെ. പിന്നെ സ്പോർട്സ് സ്റ്റാർസിനകത്ത് ക്രിക്കറ്റ് വിരാട് കോഹ്ലി. ആ സമയത്ത് വിരാട് കോഹ്ലിയുടെ, ധോണിയുടെ പേരൊക്കെ അറിയത്തുള്ളൂ, അതുകൊണ്ടായിരിക്കണം. ഫുട്ബോൾ പിന്നെ മെസ്സിയുടെ പേര് അന്നേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ മെസ്സിയുടെ കളി ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. മെസ്സിയുടെ ചെറുതായിട്ട് ഇഷ്ടമായിരുന്നു സമയത്ത്. പിന്നെ കളർ റെഡും ബ്ലൂ, പക്ഷെ രണ്ടും എനിക്കല്ലാതെ, എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. ഫുഡിനകത്ത് സ്വീറ്റ്സ്, പക്ഷേ സ്വീറ്റ്സ് ഇപ്പം എനിക്ക് കഴിച്ചാൽ തലവേദന എടുക്കും. ഡ്രസ്സ്, എല്ലാ ഡ്രസ്സും എനിക്കിഷ്ടം, പക്ഷെ ഞാൻ ജീൻസും ടോപ്പാണ് ഏറ്റവും കൂടുതൽ ഇടുകയും ചെയ്യും. ഇതിനകത്ത് നമുക്കിനി എഴുതാൻ പറ്റിയൊരു സംഭവമുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് A time when we find ourselves rich in thoughts of dear ones, when each moment is awaited with sweet and anticipation, when life acquires a new color. എന്താണ് എഴുതി വെച്ചത് ഇംഗ്ലീഷ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. 30/1/2017. ഷേമിന് ഞാൻ എടുക്കണ്ടായിരുന്നു, അപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ശ്രുതി സുലേരി. നല്ല കമ്പനി ആയിരുന്നു. ഇപ്പം എൻ്റെ വാട്സപ്പിലുണ്ട്, ഇൻസ്റ്റയിൽ എന്നെ ഫോളോയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുക 10ലും +1 +2 ഉണ്ടായിരുന്ന ആ ഒരു ടച്ച് ആ സമയം കഴിയുമ്പോൾ തീർന്നു. എന്നുവെച്ചാൽ അങ്ങനെ തീർന്നല്ല, എന്നാൽ ഇപ്പം കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോഴേക്കും നമ്മൾ ചിലപ്പം കോണ്ടാക്റ്റ് കാണുമായിരിക്കും. എന്നാലും കൊറോണയ്ക്ക് ശേഷം എൻ്റെ ക്യാരക്ടർ പേഴ്സണലി വെച്ചാൽ നല്ലപോലെ മാറി. അത്യാവശ്യം നല്ല എക്സ്ട്രോവേർട്ട് ആയിരുന്നു. എല്ലായിടത്തും അങ്ങോട്ട് നേറി മിണ്ടുകയും ആ ഒരു ടൈപ്പൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ കൊറോണയ്ക്ക് ശേഷം ഞാൻ നന്നായിട്ട് ഐസൊലേറ്റായി വീട്ടിലിരുന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് കയറി മിണ്ടുന്ന ആ ഒരു, അവരിങ്ങനെ എന്ത് വിചാരിക്കും എന്നെ പറ്റി എനിക്ക് മിണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബോറടി ആകുമോ, അനോയിങ് ആകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറി മിണ്ടാറില്ല. നോക്കട്ടെ. അപ്പം ഇതിനകത്ത് അവൾ പോലീസ് ഓഫീസർ എന്നാണ് അംബീഷൻ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അവളിപ്പോൾ എനിക്കൊന്ന് നേഴ്സിംഗ് എന്തോ പഠിക്കുന്നത്. പിന്നെ അതിനകത്ത് അവളുടെയും ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിനകത്ത് ഞങ്ങളുടെ 3 റോസസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ മൊത്തം ഗ്രൂപ്പീസ് ആണ് ആ സമയത്ത്. അതിനകത്ത് ഇവിടെ എഴുതുന്ന സംഭവമാണ് മെയിൻ വിറ്റ്. ഞാൻ വായിച്ചു തരാം. ഈ എഴുതുന്ന വാക്കുകൾ കൊണ്ട് നിനക്ക് സന്തോഷം ലഭിക്കുമോ? ലഭിക്കുമെങ്കിൽ നമ്മുടെ ഈ സൗഹൃദം വാക്കുകളിൽ മാത്രം
ഒതുങ്ങുന്നതിൽ നിനക്ക് സങ്കടമില്ലെങ്കിൽ പറയാൻ മറക്കരുത് എന്ന് മാത്രം. മറന്നിട്ടില്ല, പക്ഷെ കമ്പനി ഇല്ലല്ലോ ഇപ്പോൾ. പിന്നെ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, രണ്ടാമത്തെ പേജിലൊന്നുമില്ല. അടുത്തത് അക്ഷയ് ദേവ്. അവന് എന്തെയോ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചുതരാം. അവൻ്റെ അംബീഷൻ ട്രാവൽ ഓൾ അറൗണ്ട് ദ വേൾഡ്. പക്ഷെ പുള്ളി ഇപ്പം ജിം ട്രെയിനറാണ്. അതും കമ്പനി മീൻസ് കോണ്ടാക്റ്റ് ഉണ്ട്. അതാണ് എല്ലാവരുടെയും നമ്പരൊക്കെ സേവ് ചെയ്താണ്. എൻ്റെ നമ്പർ അവർ സേവ് ചെയ്തിട്ടുണ്ട്, അവരുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചാറ്റിങ്ങോ വിളിയോ അങ്ങനെ ഒന്നുമില്ല. എന്തെങ്കിലും വല്ല മെസ്സേജ് അയച്ച് ഇവൻ്റെ വെച്ചാൽ ഇവൻ്റെ ഫെബ്രുവരി 14 ബർത്ത്ഡേ. അതും പറഞ്ഞ് ആ സമയത്താകുമ്പോഴത്തേക്കും അവനെ കുറേ കളിയാക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഡാൻസ് കളിക്കും, സൂപ്പർ ഡാൻസ് കളിക്കുമായിരുന്നു. പിന്നെ അതിനകത്ത് എന്താ അവൻ്റെ ഡിയർ പുട്രു. എനിക്ക് അങ്ങനെയും പേരുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് കുറേ ആയിട്ട് പേരുണ്ടായിരുന്നതാണ് എന്നെ തോന്നുന്നു. അവളെന്ത് വിളിച്ചത് ഇല്ല, അവളൊന്നും വിളിച്ചിട്ടില്ല. എന്നിട്ട് ഡിയർ പുട്രു. ഹൃദയത്തെ കീഴടക്കുന്ന സൗഹൃദം എന്നും സുഗന്ധമുള്ള പുഷ്പങ്ങൾ പോലെയാണ്. ഓക്കെ, അതൊരിക്കലും വാടുകയുമില്ല കൊഴിയുകയുമില്ല. അതുപോലെയാണ് സൗഹൃദം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. ഹൃദയത്തെ കീഴടക്കുന്ന സൗഹൃദം എന്നും സുഗന്ധം. അപ്പം എൻ്റെ വേറെ പേരുണ്ട് ഡിയർ പുട്രു. കൊള്ളാം. നിക്നെയിംസിൻ്റെ മേളയായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇതാരാണ്? അൻസറുണ്ട്. സ്വന്തം പേര് പോലെ എഴുതിയിട്ടില്ല, ഗസ് ചെയ്യാനൊന്നും. ഇതൊക്കെ ഞാനെങ്ങനെ ഗസ് ചെയ്യാൻ 7 വർഷം കഴിഞ്ഞിട്ട്? ഓർക്കാൻ നെയിം എഴുതേണ്ട സ്ഥലത്ത് എഴുതിയിരിക്കുക ഗസ് ഇറ്റ് വേണമെന്ന്. ഫോട്ടോയോ എഡിറ്റിങ്ങിലാണ്. ആ സമയത്തൊക്കെ ചളിയെന്നൊക്കെ വെച്ചാൽ ഓർക്കാൻ നല്ല ഓർമ്മകൾ ഉള്ളപ്പോൾ എന്തിനാടി ചിതലരിക്കുന്ന ഓട്ടോഗ്രാഫ്. പക്ഷെ എന്നിട്ട് അവൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, എന്തിനാന്ന് ചോദിച്ചിട്ട്. നിക്നെയിം തെറി ഒഴിച്ച് എന്തും സ്വീകരിക്കുന്നു. ഓക്കെ. അഡ്രസ്സ് എന്തിനാ വീട്ടിൽ കയറി അടിക്കാനല്ലേ. ഏതോ ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. കോണ്ടാക്ട് നമ്പർ കണ്ടുപിടിക്കടി. ഡോൺ ഡിസ്റ്റർബ് മോർണിംഗ്. ഇമെയിൽ തരൂരാണ്. FP ഇല്ലാഞ്ഞിട്ട് തന്നെ വഴിതെറ്റി പിന്നെയാണ്. ബർത്ത്ഡേ എന്നാന്ന് എനിക്കറിയില്ല. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് തന്നിട്ടുമുണ്ട്. സോഡിയാക് സൈൻ നോ ബ്രോത്. അംബീഷൻ ഡോക്ടർ. പക്ഷെ അവളിപ്പോൾ എന്താണ് വകുപ്പെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ചങ്കാണ് നമ്മുടെ ചങ്ങായി. എല്ലാ ടീച്ചേഴ്സും അവളുടെ റോൾ മോഡലായിരുന്നു. അല്ല, എല്ലാ ടീച്ചേഴ്സിനും അവൾക്ക് ടീച്ചേഴ്സിൻ്റെ ഏതെങ്കിലും ഫേവറേറ്റ് ടീച്ചറിനെ വെച്ചപ്പോൾ ഓളെന്നാണ് കിടക്കുന്നത്. ബുക്ക് ആൻഡ് ഓതർ. ടെക്സ്റ്റ് പോലും തുറന്ന് നോക്കിയിട്ടില്ല. പിന്നെയല്ലേ ഞാൻ. മൂവീസ് നെഹി ഹേ കുച്ച് കുച്ച് ഓട്ടാ ഹേ. കുച്ച് കുച്ച് ഹോത്താ ഹേ ആയിരിക്കും ഉദ്ദേശിച്ചത്. ആക്ടർ ആൻഡ് ആക്ട്രസ് ആരാ ഏതായാലും ഞാനല്ല. സോങ് സിംഗർ 6 പേര് കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കട്ടെ. ഡിയർ അരീന. ആക്രി ഒട്ടത്തി ഓന്തുളക്കി പേട്ട. ഇതൊക്കെ എന്നെ വിളിക്കുന്ന പേരൊക്കെയാണോ ഇതൊക്കെ? വൺസ് അപ്പോൺ എ ടൈം ഏക്ക് വല്യമ്മ സിറ്റിംഗ് ഓൺ ദ കൊരണ്ടി. വല്യമ്മ കുച്ച് കുച്ച് വിഷമം ഹോത്താ ഹേ. സഡൻലി വല്യമ്മ ഉടനാ ഹേ. മേ നോക്കുമ്പം ഒറ്റയ്ക്ക് വല്യമ്മ ബൈറ്റ്നാ ഹേ. ദാറ്റ് ഈസ് മൈ ഫ്രണ്ട് യു. ഞാനാണത്. തിരുമ്പി കാണും. ലോകത്തിൻ്റെ ഏത് കോണിലും ഫ്രണ്ട്സ് ഉണ്ടായാലും എക്കാലവും നിലനിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് സ്കൂൾ ഫ്രണ്ട്ഷിപ്പ്. താങ്ക് യു ഫോർ യു, സോറി ഫോർ യു, മിസ് ഫോർ യു, ലവ് ഫോർ യു, വെൽക്കം ഫോർ യു, ജയ് ഹിന്ദ്, എവരിത്തിങ് ഫോർ യു. എന്താണ് ഉദ്ദേശിക്കുന്നത്? തിരുമ്പി കാണും വരെ അണ്ണാച്ചിക്ക് വണക്കം. ലോകത്തിൻ്റെ ഏത് കോണിലും ഫ്രണ്ട്സ് ഉണ്ടായാലും എക്കാലവും നിലനിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് സ്കൂൾ ഫ്രണ്ട്ഷിപ്പ്. അവളുടെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. എവിടാണാവോ എന്നത്. ഞാൻ മൊത്തം വായിക്കണം. എന്ന് അടുത്ത വീടായിട്ടാണ് വേറെ ഒരെണ്ണം. ഇതിനെ എനിക്ക്
ഇത് സ്കൂളിൽ ഉള്ളത് തന്നെയാണ്. ഇതിനെ ട്യൂട്ടോർ വെച്ചിട്ടാണ് നല്ലപോലെ കമ്പനി ആയത്. ഐഷാത്ത ഇതിവിടെ അത് ഫണ്ണി ആയിട്ടൊന്നുമില്ല. അവൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ബയോയിൽ എബോട്ട് മീ എന്ന് ചോദിച്ചതിനകത്ത് മൊത്തം കുറേ ഫണ്ണി ആയിട്ടുള്ള സംഭവമൊക്കെ ഇട്ടേക്കുന്നത്. ആ സമയത്ത് എല്ലാവരും മൗത്ത് ലുക്കിംഗ് എന്നും പറഞ്ഞ് ഇടുന്നത്. ഇപ്പോഴാ അങ്ങനെ പറയുമെന്ന് എനിക്കറിയട്ടെ. വായനോട് സത്യം പറഞ്ഞാൽ എന്ത് ഇംഗ്ലീഷിൽ പറയുന്നത് ഓഗ്ലിങ്ങോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത് എനിക്കെന്തോ. ടു ബിക്കം എ ഫാർമസിസ്റ്റ് അമേരിക്കയിലാണ് ആകണമെന്നാണ്. പക്ഷെ അവൾ ഇങ്ങനത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഇപ്പം അമേരിക്കയിലാണ് ഇവിടെ. ഡിയർ പുട്രു. ഈ പുട്രുവിൻ്റെ പേരിൻ്റെ ആ നിക്നെയിം എന്താ അങ്ങനെ വന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. തത്തയ്ക്ക് എന്തിനാ ലിപ്സ്റ്റിക്ക്, കാക്കയ്ക്ക് എന്തിനാ കൺമഷി, അക്ഷരമരത്ത് നിനക്ക് എന്തിനാ ഓട്ടോഗ്രാഫ്. താങ്ക്സ്. അപമാനമായിരുന്നു അന്നേ എനിക്ക്. എന്ത് ചെയ്യാനോ. കുറേ പേരത്തൊന്നും ഇല്ല. ഇത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടാലോ? എങ്ങനെയുണ്ട്? ഈ വീഡിയോയ്ക്ക് ആൾക്കാരെന്ത് പറയുന്നു? അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ടേ. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. സോ ഇനിയും വീഡിയോ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഇനിയും ഉണ്ട്. അപ്പം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താ കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി സബ്സ്ക്രൈബും കൂടി ചെയ്യുക. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞതല്ലേ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. So that's it.